ഓം ശ്രീ സായിരാം. സ്വാമിയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അന്തർസൗജയജ്ഞത്തിന്റെ 311 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീ ഓം ശ്രീ സായിരാം. കേൾക്കുന്നില്ലേ പറയുന്നത്? സായിരാം കേൾക്കുന്നുണ്ട്. ഓം ശ്രീ സായിരാം. സ്വാമിയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അന്തർസൗജയജ്ഞത്തിന്റെ 318 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി വായിക്കുന്നതും ഭജന പാടുന്നതും മിസ് സായി മഹിമ ആണ്. 3 ഓംകാരവും 3 സായി ഗായത്രിയും പറഞ്ഞുകൊണ്ട് വായിച്ചോളൂ. സായിരാം. साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ओम साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ओम साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ओम शांति शांति शांति। ഓം ശ്രീ സായിറാം. രാമകഥാരസവാഹിനിയിലെ 28 അധ്യായമാണ് രാവണവധം എന്ന ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീരാമന്റെ നേതൃത്വത്തിലുള്ള വാനരസേനയും രാവണന്റെ നേതൃത്വത്തിലുള്ള രാക്ഷസ സേനയും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. കനത്ത നഷ്ടം സംഭവിച്ച രാവണ സൈന്യത്തെ ഇനി ആര് നയിക്കും എന്നറിയാതെ രാവണൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് മന്ത്രി രാവണപുത്രനായ നരകാന്തന്റെ കാര്യം സൂചിപ്പിക്കുന്നത്. തുടർന്ന് നരകാന്തൻ യുദ്ധം നയിക്കുന്നു. വായുപുത്രനായ ഹനുമാൻ നരകാന്തനെ ഉയർത്തി ഉലച്ച് പാതാളത്തിലേക്ക് ഇടുന്നു. ഈ വാർത്ത അറിഞ്ഞ് ക്രുദ്ധനായ രാവണൻ സ്വയം യുദ്ധം നയിക്കാൻ പുറപ്പെടുന്നു. പടക്കളത്തിൽ നിന്നും ഭയന്ന് ആരെങ്കിലും ഓടിപ്പോയാൽ അവരെ താൻ സ്വയം കൊന്നുകളയും എന്ന് രാവണൻ തന്റെ സൈന്യത്തോട് സൂചിപ്പിക്കുന്നു. അശുഭ സൂചനകൾ വകവയ്ക്കാതെ രാവണൻ മുന്നോട്ടു പോകുന്നു. നഗരദ്വാരത്തിൽ വെച്ചു തന്നെ വാനരപ്പട ഇവരെ വളഞ്ഞ് ആക്രമിക്കുന്നു. വാനര സൈന്യം പല്ലും നഖങ്ങളുമാണ് യുദ്ധത്തിന് ഉപയോഗിച്ചത്. മാത്രമല്ല സഹായത്തിനായി അവർ സുഗ്രീവനെ സമീപിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ലക്ഷ്മണൻ സ്വയം യുദ്ധത്തിന് ഇറങ്ങുന്നു. ലക്ഷ്മണനു നേരെ രാവണൻ അസ്ത്രമയക്കുന്നു. പകരമായി രാവണന്റെ തേരാളിയെയും തേരിനെയും നാഗാസ്ത്രം എയ്തുകൊണ്ട് ലക്ഷ്മണൻ യുദ്ധത്തിൽ കരുത്തറിയിക്കുന്നു. തുടർന്ന് രാവണൻ തന്റെ വിശിഷ്ടമായ ബ്രഹ്മാസ്ത്രം അയക്കുന്നു. ബ്രഹ്മാസ്ത്രമേറ്റ് ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ട് വീഴുന്നു. കുപിതനായ ഹനുമാൻ തന്റെ മുഷ്ടി പ്രയോഗത്താൽ രാവണനെ വീഴ്ത്തുന്നു. ലക്ഷ്മണന് ബോധം വരുമ്പോഴേക്കും രാവണ സൈന്യം രാവണനെ തേരിലേറ്റി കൊട്ടാരത്തിലേക്ക് എത്തിക്കുന്നു. കൊട്ടാരത്തിലെത്തിയ രാവണൻ പടലഹോമം എന്ന ഒരു യജ്ഞത്തിന്റെ ഒരുമ്പിടുന്നു.
ചാരന്മാർ മുഖേന വിവരമറിഞ്ഞ വിഭീഷണൻ രാമനെ കാര്യമറിയിക്കുകയും ഈ ഹോമം പൂർത്തിയായാൽ രാവണനെ വധിക്കാൻ സാധിക്കുകയില്ല എന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നു. തുടർന്ന് അംഗദൻ, ഹനുമാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വാനരപ്പട രാവണ കൊട്ടാരത്തിൽ പ്രവേശിക്കുകയും യാഗം മുടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. യാഗം മുടങ്ങിയ നിരാശയിൽ രാവണൻ വീണ്ടും യുദ്ധത്തിനായി ഇറങ്ങുന്നു. അതു കണ്ടപ്പോൾ ശ്രീരാമൻ അമ്പും വില്ലും എടുത്ത് യുദ്ധക്കളത്തിലേക്ക് വരികയും യുദ്ധത്തിനു മുമ്പ് ചില ധർമ്മോപദേശങ്ങൾ രാവണന് നൽകുകയും ചെയ്യുന്നു. 3 തരം ആൾക്കാർ ഉണ്ടെന്നും പുഷ്പിക്കുകയും ഫലങ്ങൾ തരാതെ ഇരിക്കുകയും ചെയ്യുന്ന പാടലി മരം പോലെയാണ് ഒരു വിഭാഗമെന്നും പുഷ്പവും ഫലവും നൽകുന്ന വാഴയെ പോലെ മറ്റൊരു വിഭാഗമെന്നും പുഷ്പമില്ലെങ്കിലും ഫലം നൽകുന്ന പ്ലാവ് പോലെയാണ് 3ാമത്തെ വിഭാഗമെന്നും പറയുന്നു. അക്രമാസക്തനായ രാവണന്റെ മുന്നിൽ ധർമ്മോപദേശം എങ്ങും എത്തിയില്ല. തുടർന്ന് ചരിത്രത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിഗംഭീര യുദ്ധം നടക്കുന്നു. രാമാസ്ത്രമേറ്റ് താഴെ വീഴുന്ന രാവണന്റെ ഓരോ തലകളും എവിടെ ലക്ഷ്മണൻ, എവിടെ രാമൻ, എവിടെ സുഗ്രീവൻ എന്നെല്ലാം അലറി വിളിച്ചു കൊണ്ടിരിക്കുന്നു. സന്ധ്യയായതുകൂടി അന്നത്തെ യുദ്ധം അവസാനിക്കുന്നു. അന്നത്തെ രാത്രിയിൽ അശോകവനിയിലെ സീതയോട് ത്രിജട എന്ന രാക്ഷസി യുദ്ധത്തെ കുറിച്ച് പറയുന്നു. അറുത്തു വീണ രാവണ ശിരസുകൾ വീണ്ടും യോജിക്കുന്നു എന്നറിഞ്ഞ സീത അതീവ ദുഃഖിതയാകുന്നു. തുടർന്ന് ത്രിജട സീതാദേവിയെ സമാധാനിപ്പിക്കുന്നു. രാമനും രാവണനും ഓരോ നിമിഷവും ദേവിയെയാണ് ഓർക്കുന്നത്. ആ ഓർമ്മ എപ്പോൾ ഇല്ലാതാവുന്നു അന്ന് രാവണൻ വധിക്കപ്പെടും എന്ന് ത്രിജട ദേവിയെ അറിയിക്കുന്നു. അടുത്ത പ്രഭാതത്തിൽ യുദ്ധം വീണ്ടും തുടങ്ങുന്നു. യുദ്ധാന്തരീക്ഷം അതിഭീകരമായിരുന്നു. രാവണന്റെ മായാലീലകൾ എല്ലായിടത്തും നൃത്തമാടിക്കൊണ്ടിരുന്നു. രാവണൻ തന്റെ മായാലീലയാൽ അനേകം ഹനുമാന്മാരെ സൃഷ്ടിക്കുകയും രാമനെ ബന്ധനത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. രാമന് ഇത് കണ്ട് ഉള്ളിൽ ചിരി വരുന്നുണ്ട്. സാക്ഷാൽ ഈശ്വരന്റെ മുന്നിലാണല്ലോ ഇത്തരം മടയത്തരം എന്നോർത്ത്. യുദ്ധത്തിന്റെ 18ാം ദിനം, ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 14ാം ദിനം, അന്നേ ദിവസമാണ് അതിഗംഭീര രാമരാവണ യുദ്ധം അവസാനമായി നടന്നത്. ഒരേ സമയം 31 അസ്ത്രങ്ങൾ രാമൻ രാവണന് നേർക്ക് അയക്കുന്നു. അതിലൊരു അസ്ത്രം രാവണന്റെ നാദിക്കു താഴെ അമൃത കലശത്തിൽ പതിക്കുന്നു. ബാക്കി 30 ശരങ്ങൾ രാവണന്റെ കൈ കാൽ അറുത്തുമാറ്റുന്നു. അങ്ങനെ ശ്രീരാമൻ രാവണനെ വധിക്കുന്നു. തത്സമയം തന്നെ രാവണന് സ്വർഗപ്രാപ്തി കൈവരുന്നു. ഈ വൃത്താന്തം അറിയുന്ന രാവണന്റെ ഭാര്യ മണ്ഡോദരി അതീവ ദുഃഖിതയാകുന്നു. രാമന് പകരം കാമനെ ആഗ്രഹിച്ചതാണ് ഈ വിപത്തിനു കാരണമെന്നും കാമത്തിന്റെ പ്രലോഭനങ്ങളാൽ അതിജീവിക്കാനുള്ള കരുത്ത് രാവണന്റെ യജ്ഞങ്ങൾക്കോ തപസ്സുകൾക്കോ കഴിഞ്ഞിട്ടില്ലെന്നും മണ്ഡോദരി വിലപിച്ചുകൊണ്ട് പറയുന്നുണ്ട്. തന്റെ വാക്കുകൾക്ക് അദ്ദേഹം വില നൽകിയില്ലെന്നും കേവലം ഭൗതിക സുഖങ്ങളിലാണ് രാവണൻ ആനന്ദം കണ്ടെത്തിയിരിക്കുന്നതുവെന്നും മണ്ഡോദരി വിലപിക്കുന്നു. കർമ്മഫലം അനുഭവിക്കുന്നതിൽ ആരും ഒഴിവാക്കപ്പെടില്ലെന്നും രാക്ഷസകുലത്തിന്റെ നാശം രാക്ഷസ രാജാവ് തന്നെ വരുത്തി തീർത്തുവെന്നും മണ്ഡോദരി പുലമ്പുന്നു. മണ്ഡോദരിയുടെ വിലാപത്തിൽ വിഭീഷണൻ വിഷമിതൻ ആകുന്നു. രാമലക്ഷ്മണന്മാർ അവരെ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് ഉപചാരപൂർവമുള്ള ശേഷക്രിയകൾ രാവണനു വേണ്ടി നടന്നു. തുടർന്ന് ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ വാനരന്മാരെല്ലാം ഒത്തുകൂടി വിഭീഷണനെ രാമന്റെ ആഗ്രഹപ്രകാരം ലങ്കയിലെ ചക്രവർത്തിയായി അഭിഷേകം ചെയ്യുന്നു.
തുടർന്ന് രാമൻ ഹനുമാനോട് ഒരിക്കൽ കൂടി സീതയുടെ അടുത്തു പോകാൻ ആവശ്യപ്പെടുന്നു. വിവരങ്ങൾ അറിഞ്ഞ സീത സന്തോഷിക്കുകയും ഈ സന്തോഷ വാർത്ത അറിയിച്ച ഹനുമാനോട് എന്ത് സമ്മാനമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. മാതാവിന്റെ ഈ പ്രസന്ന വദനം കാണുന്നതിനേക്കാൾ വലിയ സമ്മാനം ഇല്ല എന്ന് ഹനുമാൻ താഴ്മയോട് കൂടി പറയുന്നു. സർവാഭരണ വിഭൂഷിതയായി രാമന്റെ സന്നിധിയിലേക്ക് പോകാം എന്ന് വിഭീഷണൻ സീതയെ അറിയിക്കുന്നു. പക്ഷെ രാമനല്ലാതെ വേറെ ഒരു ആഭരണവും എനിക്കില്ല എന്ന് ദേവി പറയുന്നു. തുടർന്ന് അഗ്നിശുദ്ധി വരുത്തി ദേവി രാമന സമീപം എത്തുന്നു. അഗ്നിദേവൻ ബ്രാഹ്മണ രൂപത്തിൽ ദേവിയെ ശ്രീരാമന് സമർപ്പിക്കുന്നു. അത്യന്തം ആഹ്ലാദകരമായ ഒരു പര്യവസാനം ആണ് ഈ അധ്യായത്തിലുള്ളത്. ജയ് സായിറാം. മോള് നന്നായിട്ട് വായിച്ചു കേട്ടോ സായിരാം. ഭഗവാന്റെ അത് കഴിഞ്ഞിട്ട് ഒരു ഭജന പാടണം, അപ്പോഴ് വീഡിയോ ഓൺ ചെയ്യൂ കേട്ടോ. ശരി. സായിരാം. സതീഷ്, ഭഗവാന്റെ ക്ലിപ്പ്. ഓക്കെ സാർ. రామాయణము 3 విధములైన పేర్లతో వాల్మీకి ప్రచార ప్రబోధములు సలిపారు. Valmiki propagated this Ramayana in 3 ways. మొదటిది రామాయణం, The first, Ramayana. రెండవది సీతా చరితము, The second, Sita Charita, history of Sita. మూడవది ప్రాస్తుల్య వధ అనగా రావణ వధ. The slaying, the killing of Ravana, the third one. రామస్య అయనం రామాయణం అనగా రాముని గురించి తెలిపేటువంటిది ఇది భౌతికమైన రామాయణం. The text Ramayana speaks of the history of Rama. దీనిని అంతర్ముఖంగా మనం విచారణ చేసినప్పుడు ఇది పరమాత్ముని కథ. If we go deep into the inner meaning, we'll understand it's the story of the divine. రెండవది రామాయణ, రామాయ అయనం ఇది రామాయణం అనగా సీతా చరిత్రను గురించి తెలుపునటువంటిది బాహ్యమైనటువంటిది. The second aspect is that which speaks of the history of Sita. అంతర్ముఖంగా దీన్ని విచారించినప్పుడు జీవాత్మ చరితము. Inner meaning is, it is the history, the significance of the individual self. మూడవది రావణ వధ, Third one is the killing of Ravana. ఇది బాహ్యముగా రావణ వధ, అంతర్భావములో ఇది అజ్ఞాన నాశనం. Externally, Ravana is killed, but internal meaning is the darkness, ignorance is dispelled. గీతావాత పురస్కరించుకొని రామాయణము పరమాత్ముని కథ, Be that as it may, it is the story of God. సీతా చరితము జీవాత్ముని యొక్క కథ. When we say it is the story of Sita, it is the story of the individual self. మూడవది రావణ వధ అజ్ఞాన నాశనం When Ravana is killed, it means the ignorance is killed. అనగా పరమాత్మ జీవాత్మ యొక్క తత్వమును చక్కగా గుర్తించినప్పుడే అజ్ఞానం అనేటువంటిది నాశనం అవుతుంది. It only means when the relationship of the individual and the divine is properly understood, the ignorance will be dispelled. സായി മേമ ഭജന പാടിക്കോളൂ. ഭജന പാടുമ്പോ വീഡിയോ ഓൺ ചെയ്തോളൂ. ദശരഥ നന്ദന രാമ ദയാ സാഗര രാമ
ദശരഥ നന്ദന രാമ ദയാ സാഗര രാമ രഘുകുല തിലക രാമ സായിരാം ആരോ സത്യസായി ബാക്കിൽ പറയുന്നുണ്ട് മോളെ, അത് അവരോട് സംസാരിക്കില്ലെന്ന് പറയും. ശരി. ദശരഥ നന്ദന രാമ ടി വി വെച്ചിട്ടുണ്ട്. ദയാ സാഗര രാമ ദശരഥ നന്ദന രാമ ദയാ സാഗര രാമ രഘുകുല തിലക രാമ സത്യസായി ശ്രീ പരന്ധാമ രഘുകുല തിലക രാമ സത്യസായി ശ്രീ പരംധാമ ദശരഥ നന്ദന രാമ ദയാ സാഗര രാമ ദശരഥ നന്ദന രാമ ദയാ സാഗര രാമ അഹല്യോദ്ധാരക രാമ ശാപ വിമോചന രാമ അഹല്യോദ്ധാരക രാമ ശാപ വിമോചന രാമ शिरडीपुरीश राम पुट्टपर्तिपुरी परम धाम शिरडीपुरीश राम पुट्टपर्तिपुरी परम धाम दशरथ नंदन राम दया सागर राम रघुकुल तिलक राम सत्यसाई श्री परंधाम दशरथ नंदन राम दया सागर राम अहल्योद्धारक राम शाप विमोचन राम शिरडीपुरीश राम पुट्टपर्तिपुरी परम धाम शिरडीपुरीश राम पुट्टपर्तिपुरी परम धाम दशरथ नंदन राम दया सागर राम സൈറാം. ഒരു മിനിറ്റ് ആ വീഡിയോ ഓൺ ചെയ്ത് വെക്കൂ കേട്ടോ. സൈറാം. സൈറാം മോള് നന്നായിട്ട് പാടി കേട്ടോ. വെരി ഗുഡ്. താങ്ക് യു. നീ കാണിച്ചോളൂ. രാവണവധം. നമ്മൾ ക്വിസിലേക്ക് പ്രവേശിക്കാം. രാവണൻ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ എന്തൊക്കെ ദുശ്ശകുനങ്ങളാണ് കണ്ടത്? സത്യഭാമ. സൈരാമ സൈരാം. ആയുധങ്ങളൊക്കെ തെന്നി വീണു. അതോടൊപ്പം തന്നെ സാരഥികളൊക്കെ ഉരുണ്ടു വീണു. പിന്നെ കുട്ടികളും കുറുക്കന്മാരൊക്കെ ഇങ്ങനെ ഓരിയിടുന്നത് കിട്ടു. ഇങ്ങനെയുള്ള മൂങ്ങകൾ മൂളുന്നതും ഉണ്ടായിരുന്നു. ഓക്കെ. അവർ ശ്യാമള, പടക്കളത്തിൽ നിന്നും പലായനം ചെയ്യുന്നവരെ എന്ത് ചെയ്യുമെന്നാണ് രാവണൻ പറഞ്ഞത്? രാവണൻ തന്നെ വധിക്കുമെന്ന് പറഞ്ഞു. അതെ. അടുത്തത്, ലക്ഷ്മണൻ വെല്ലുവിളിച്ചപ്പോ രാവണൻ എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു. ബ്രഹ്മാസ്ത്രം. മേഘനാഥനെ വധിച്ച ലക്ഷ്മണനെ കണ്ടപ്പോ രാവണന് ഭയങ്കര ദേഷ്യം വന്നു. എന്നിട്ട് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുകയാണ്. ബ്രഹ്മാസ്ത്രം അങ്ങനെ പെട്ടെന്ന് ഉപയോഗിക്കുന്ന ഒരു അസ്ത്രമല്ല, പൈതാമഹസ്ത്രമാണ്, പിതാമഹന്റെ അസ്ത്രമാണ്. അപ്പൊ ലക്ഷ്മണൻ ബോധം കെട്ട് വീണു. രാവണനെ ശത്രുവിനെ നശിപ്പിക്കാൻ എന്ത് ഹോമമാണ് ചെയ്യാൻ പോയത്? ഹോമത്തിന്റെ വിവരം അറിഞ്ഞപ്പോ വിഭീഷണൻ എന്ത് പറഞ്ഞു രാമനോട്? അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ രാവണനെ ജയിക്കാൻ പറ്റില്ല. അതെ.
അതെ. ആരെങ്കിലും പോണം. അങ്കദനും അങ്കദനെയും അങ്കദനും ഹനുമാനും എങ്ങനെയാണ് ഹോമം മുടക്കിയത്? സത്യഭാമ രാവണൻ ഹോമം ചെയ്യുന്നവിടെ പോയി തലമുടിയൊക്കെ പിടിച്ച് വലിച്ച് അതെ. ചവിട്ടി ദ്വന്ദ്വയുദ്ധം മുഷ്ടിയുദ്ധമൊക്കെ ചെയ്ത് അശ്രദ്ധനാക്കി. ഏറ്റവും വലിയ കാര്യം അവര് വാനരന്മാര് പോയിട്ട് മണ്ഡോദരിയെ പിടിച്ചോണ്ട് വരും. അപ്പോൾ മാത്രമാണ് രാവണൻ അത് ഉപേക്ഷിക്കുന്നത്. പിന്നെ രാവണൻ രാമനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ വലിയ സൈന്യ സന്നാഹങ്ങളുമായിട്ട് തിരിച്ചപ്പോൾ രാമൻ എന്ത് ചെയ്തു? രാമൻ തന്റെ അവനാഴിയും അസ്ത്രങ്ങളും എടുത്ത് യുദ്ധത്തിന് തയ്യാറായിട്ട് നിന്നു. രാവണൻ രാവനെ വെല്ലുവിളിച്ചപ്പോൾ ശ്രീരാമൻ എന്ത് ചെയ്തു? താൻ നൽകുന്ന ധർമ്മോപദേശങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് രാവണനോട് പറയുന്നു. ഒരവസരം കൂടെ രാവണന് കൊടുക്കുകയാണ് ഭഗവാൻ. ലോകത്തിലെ 3 തരം ആൾക്കാർ ഉണ്ടെന്ന് പറയുന്നു. ഏതൊക്കെ 3 തരം ആരൊക്കെയാണ്? പാടലി മരം പോലെ ഫലമില്ലാതെ. പാടലി മരം പുഷ്പിക്കും, കായ്ക്കില്ല. അതായത് വെറുതെ സംസാരിക്കും, പ്രവർത്തിക്കാത്തവർ. രണ്ടാമത്തെ ആൾക്കാര് വാഴ പോലെ പുഷ്പിക്കുകയും ചെയ്യും, കായ്ക്കുകയും ചെയ്യും. അതായത് പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നവരാണ്. മൂന്നാമത്തെ ആൾക്കാരോ പൂക്കില്ല, കായ്ക്കുക മാത്രം ചെയ്യുന്നു. അതായത് അധികം സംസാരിക്കാതെ തന്നെ വീമ്പിളക്കാതെയും പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെയുള്ളവർ. രാമന്റെ വില്ലിന്റെ പേരെന്താണ്? ശ്യാമള. കോദണ്ഡം. കോദണ്ഡം. സത്യഭാമ, രാവണന്റെ ശിരസ് അറുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വീണ്ടും തിരിച്ചവിടത്തേക്ക് തന്നെ വരുന്നു. വേറൊരെണ്ണം മുളച്ചു വരുന്നു. അതെന്തുകൊണ്ടാണെന്നാണ് ത്രിജട സീതയോട് പറഞ്ഞത്? അത് രാവണന് യുദ്ധം ചെയ്യുന്ന സമയത്തും സീതയാണ് മനസ്സിലുള്ളത്. അതുകൊണ്ട് വീണ്ടും തല മുളച്ചു വരുന്നതെന്നും. അതുകൊണ്ടാണ് സീതയുടെ സ്മരണ അല്പനേരം രാവണന്റെ ഹൃദയത്തിൽ ഇല്ലാതെ ആയാൽ മാത്രം ആ നിമിഷം അയാൾ വധിക്കപ്പെടും. അതേ സമയത്ത് രാമനും സീതയെ സ്മരിക്കുന്നു. അതുകൊണ്ട് രാമൻ വിജയിക്കും. ഓരോ അസ്ത്രം അയക്കുമ്പോഴും ശ്രീരാമൻ സീതയെ സ്മരിക്കുന്നു. രാവണന്റെ മാതാപിതാക്കൾ ആരായിരുന്നു? ശ്യാമള അറിയാമോ? സത്യഭാമയ്ക്ക് അറിയാമോ? മണ്ഡോദരിയുടെ അച്ഛനമ്മമാരായിരുന്നു? മയൻ എന്ന അസുരനും ഹേമ എന്ന അപ്സര സ്ത്രീയും. രാവണൻ എപ്രകാരമാണ് യുദ്ധഭൂമിയിൽ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചത്? 18 മായാജാലം കൊണ്ട് ഒരുപാട് ഭീകര രൂപികളെ സൃഷ്ടിക്കും. കുറെ ദുഷ്ടജന്തുക്കളെയും കുറെ ഹനുമാന്മാരെയും. അതെ. അപ്പൊ ഒരു തല മുറിച്ചിടുമ്പോ വേറൊന്ന് മുളച്ചു വരുന്നുണ്ടല്ലോ. അത് കാണുമ്പോ രാമൻ എന്താണ് തോന്നിയത്? രാമന് പോകുന്നത് ലാഭമായിട്ടും മുളച്ചു വരുന്നത് ലോഭമായിട്ടും. അതെ, ലാഭത്തിന്റെ സ്ഥാനത്ത് ലോഭമായതുകൊണ്ടാണ് മുറിച്ചു വരുന്നത്. കൂടുതൽ ലഭിക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് പിന്നെയും തല മുളച്ചു വരുന്നത് എന്ന് പറഞ്ഞു. രാമരാവണ യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു? ശ്യാമള. 18 ദിവസം. രാമരാവണ യുദ്ധത്തെ ഏതുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? രാമരാവണ യുദ്ധം തന്നെ. രാമരാവണ യുദ്ധത്തെ സാഗരത്തോടും അമ്പരത്തോടും, അതായത് തുല്യ ശക്തികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെ.
രാവണനെ ഏത് ദിവസമാണ് വധിച്ചത്? ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ 14-ാമത്തെ ദിവസം. ശുക്ലപക്ഷത്തിലാണ്, അതായത് പൗർണമിക്ക് തലേ ദിവസം, പൂർണിമയ്ക്ക് തലേ ദിവസം. രാവണനെ എങ്ങനെയാണ് വധിച്ചത്? രാവണന്റെ ജീവന്റെ രഹസ്യം എന്തായിരുന്നു? കാലും ഓരോരോ അവയവങ്ങളും 31 നാഭിയുടെ താഴെ ഒരു അമൃത കലശം ഉണ്ടായിരുന്നു. അതാണ് രാവണന് ഇത്രയും അജയ്യമായ ശക്തി നൽകിയത്. രാമന്റെ 31 ബാണങ്ങൾ ഒരേ സമയം അയച്ചപ്പോൾ അത് രാവണന്റെ 10 തലകളും 20 കൈകളും നാഭിയിലെ അമൃത കുംഭവും പൊളിച്ചു. അങ്ങനെയാണ് രാവണനെ വധിക്കാൻ പറ്റിയത്. രാവണന്റെ മരണശേഷം എന്തുണ്ടായി? മണ്ഡോദരി വിലപിച്ചു. രാവണന്റെ മരണശേഷം രാവണന്റെ ആത്മതേജസ് രാമനിൽ പോയി ലയിച്ചു. അങ്ങനെ ആ ജീവൻ സ്വർഗത്തിലേക്ക് എത്തും. സ്വർഗത്തിലെത്തി. യുദ്ധത്തിൽ മരിക്കുമ്പോൾ കിട്ടുന്ന സ്വർഗം ഏതാണ്? വീരസ്വർഗം. വീരസ്വർഗം. രാവണന്റെ ശേഷക്രിയകൾ യഥാഗതി ചെയ്ത ശേഷം രാമൻ എന്ത് പറഞ്ഞു? വിഭീഷണന് രാജാവാക്കില്ല. അതായത് സുഗ്രീവൻ, ജാംബവാൻ, അങ്കദൻ, ലക്ഷ്മണൻ, നീലൻ, നളൻ ഇത്രയും പേര് ചേർന്ന് ലങ്കയിൽ ചെന്ന് വിഭീഷണനെ അവിടെ അഭിഷേകം ചെയ്ത് ലങ്കാ ചക്രവർത്തിയാക്കണം എന്ന് പറഞ്ഞു. രാമൻ രാജഭ്രഷ്ടനായിട്ട് എത്ര കാലമായിരുന്നു യുദ്ധം കഴിഞ്ഞപ്പോ? 13 വർഷവും 11 മാസം 29 ദിവസവും. 29 ദിവസം കറക്റ്റ് ആണ്. 13 വർഷം 11 മാസം 29 ദിവസം. അതുകൊണ്ടാണ് അടുത്ത ദിവസം തന്നെ അയോധ്യയിൽ എത്തണം എന്ന് രാമൻ നിർബന്ധം പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ ഭരതൻ മരിച്ചു കളയും. അതുകൊണ്ട് ഹനുമാനെ എങ്ങനെയാണ് നിയോഗിച്ചത്? ഓക്കെ. സീതയുടെ പ്രതികരണം എന്തായിരുന്നു? ശ്യാമള പറയും. സീതയുടെ മുഖം ആനന്ദം കൊണ്ട് ദീപ്തമായി. സീത സന്തുഷ്ടയായി. മംഗളദിനം എന്ന് ചൊവ്വാഴ്ചക്ക് പേര് വന്നത് എങ്ങനെ? ഹനുമാൻ ഈ വിവരം അറിയിച്ച ദിവസം ചൊവ്വാഴ്ചയായിരുന്നു. അതുകൊണ്ട് സീത അതിന് മംഗളവാരം എന്ന് പേരിട്ടു. മാത്രമല്ല ആ ദിവസം ഹനുമാനെ ആരാധിക്കുന്നതിനുള്ള ഒരു ദിവസമായിട്ടും പ്രഖ്യാപിച്ച് അനുഗ്രഹിച്ചു. സീത ഹനുമാനോട് എന്താണ് അപേക്ഷിച്ചത്? എത്രയും വേഗം രാമനെ കാണാനുള്ള അവസരം. അതെ. പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് രാമന്റെ സമീപത്തേക്ക് പോവാൻ സീത കൂട്ടാക്കിയില്ല. എന്തുകൊണ്ട്? രാമനോളം വിലപിടിപ്പുള്ളതൊന്നുമില്ല. അല്ല, രാവണന്റെ അതെല്ലാം രാവണന്റെ സ്വത്താണ്. അതൊന്നും സീതയ്ക്ക് വേണ്ട. തന്റെ രാമനാണ് ഏറ്റവും വലിയ സ്വത്ത്. ആണ് തന്റെ സ്നാനം. രാമദേവനുള്ള തന്റെ നമസ്കാരമാണ് പട്ടുവസ്ത്രങ്ങൾ. ഒരിക്കൽ രാവണന്റേതായിരുന്ന ഒരു വസ്തുവും താൻ ഉപയോഗിക്കുകയില്ല. അതാണ്. പല്ലക്കിൽ പോയ സീത രാമനെ എങ്ങനെയാണ് കാണാൻ പോയത്? പല്ലക്കിൽ ഇറങ്ങിയിട്ട് നടന്നു പോകും, കാൽനടയായി. സീത തന്റെ സമീപം വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്നാണ് രാമൻ ആവശ്യപ്പെട്ടത്? അഗ്നിപരീക്ഷ എന്തിനു വേണ്ടിയായിരുന്നു? മായാസ്ഥിതിയെ ഒഴിവാക്കി യഥാർത്ഥ സ്ഥിതിയെ തിരിച്ചു. അതെ. 2 കാരണമാണ്. ഒന്ന്, ലോകത്തിന് രാമനറിയാം സീത നിഷ്കളങ്കയും പതിവ്രതയുമാണെന്ന്. പക്ഷെ ലോകത്തിന് ബോധിപ്പിക്കണം. അതിനുവേണ്ടി നന്മയുടെ മൂർത്തിയാണെന്ന് ബോധിപ്പിക്കാൻ അഗ്നിശുദ്ധയാവുകയാണ്. മാത്രമല്ല അഗ്നിമണ്ഡലത്തിലിരിക്കുന്ന യഥാർത്ഥ സീതയെ പുറത്തു കൊണ്ടുവന്ന് മായാസീതയെ തിരിച്ചയക്കണം. അതിനും കൂടെ ആയിരുന്നു.
സീത അഗ്നിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ബ്രഹ്മാവ് എന്തോ ഹേ അഗ്നിദേവ, ഞാൻ ചിന്തയോ വാക്കോ പ്രവൃത്തിയോ കൊണ്ട് എന്റെ സ്വാമിയായ രാമനെ അല്ലാതെ ആരെയും സ്മരിച്ചിട്ടില്ല. സർവഹൃദ്വാസിയും ശുദ്ധികർത്താവുമായ അങ്ങയുടെ ജ്വാലകൾ ഞാൻ പ്രവേശിക്കുമ്പോൾ ചന്ദനച്ചാറ് പോലെ തണുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഈ അഗ്നിദേവൻ തന്നെയാണ് സീതാദേവിയെ കൊണ്ടുവന്ന് ഭഗവാന് കൊടുക്കുന്നത്. ആരാണ് സീതാദേവിയെ രാമന് നൽകിയത്? അഗ്നിദേവൻ ബ്രാഹ്മണ രൂപത്തിൽ. അതെ. രാമൻ വാനരന്മാരോട് എന്താണ് ആവശ്യപ്പെട്ടത്? എല്ലാവരും സ്വഭാവങ്ങളിലേക്ക് തിരികെ പോകണം, താൻ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. രാമൻ ആരൊക്കെയാണ് പുഷ്പവിമാനത്തിൽ കയറ്റിയത്? ഹനുമാൻ, നളൻ, സുഗ്രീവൻ. വിഭീഷണൻ, സുഗ്രീവൻ, സുഗ്രീവൻ, ഹനുമാൻ. ഹനുമാൻ, നളൻ, വിഭീഷണൻ, എല്ലാ യോദ്ധാക്കളെയും, അവരുടെ പ്രധാനപ്പെട്ട എല്ലാ യോദ്ധാക്കളെയും അതിൽ കയറ്റി. അതാണ് ചെയ്തത്. ഓക്കെ സായിരാം. അപ്പൊ ഇന്നത്തെ ഇവിടെ അവസാനിക്കുന്നു. സായി മഹിമ മോളെ ഇത് പറഞ്ഞോളൂ. സമസ്ത ലോക സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. സമസ്ത ലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. എല്ലാവർക്കും സായിരാം. 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 എല്ലാവർക്കും സായിരാം.